90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. Yes, Sabo, we are on and welcome all of you. Now we are watching Star Magic. അപ്പോൾ കൊറോണ സിറ്റുവേഷൻസ് ആണ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക് ആണെങ്കിലും സാനിറ്റൈസർ ആണെങ്കിലും നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ സാനിറ്റൈസർ എന്ന് പറയുമ്പോൾ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി സാനിറ്റൈസറിന് വരെ വളരെ ഒരു എമൗണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വളരെയധികം പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യുന്ന അറ്റ് ദ സെയിം ടൈം വളരെ കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണേ. വൈറൽ ഓക്സി, ദ ബെസ്റ്റ് എഫക്റ്റീവ് വൈറസ് ഡിസിൻഫെക്റ്റന്റ് ആണ്. സംഗതി ഒരു 49 rupees നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പൗഡർ ഫോമാറ്റിൽ നമുക്ക് കിട്ടും. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഒരു സാനിറ്റൈസർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലാണെങ്കിലും ഇത് നമ്മൾ ഒരു ദിവസം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 15 days വൈറസ് അറ്റാക്സ് ഉണ്ടാവില്ല, വൈറസ് ഫ്രീ ആയിരിക്കും. അത്രയും ഒരു ബെസ്റ്റ് ഡിസിൻഫെക്റ്റന്റ് ആണ് ശരിക്കും ഈ ഒരു വൈറൽ ഓക്സി. സോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കളർഫുൾ പെർഫോമൻസോട് കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും അധികം ഡിമാൻഡ് വരുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ശരിക്കും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാം, FB-ലൊക്കെ എല്ലാവരും സജഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇന്ന സോങ്ങിന് ഒരു പ്ലേ നിങ്ങൾ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും അധികം നമ്മുടെ വ്യൂവേഴ്സ് റിക്വസ്റ്റ് ചെയ്ത ഒരു പെർഫോമൻസ് ആണ് ഇനി വരാൻ പോണേ. ഈ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശശാങ്കൻ ചേട്ടനും അതുപോലെ തന്നെ മൃദുലയാണ് പെർഫോം ചെയ്യാൻ പോണേ. അപ്പോൾ ഏത് മൂവിയിലെ ഏത് സോങ് ആണ്, ഏത് പെർഫോമൻസ് ആണെന്നുള്ളത് നേരിട്ട് കണ്ട് എൻജോയ് ചെയ്യാം. ഗൗരി ഗൗരി ഗൗരി, ഈ എന്റെ ഗൗരിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ മേടിച്ചു തരാം. ടൗണിൽ 2 ജൗളിക്കട, അതും പോരാഞ്ഞിട്ട് സിനിമാ തിയേറ്റർ, എന്റെ ഗൗരി എന്താവശ്യപ്പെട്ടാലും ഞാൻ മേടിച്ചു തരും. എനിക്കൊരു റോക്കറ്റ് മേടിച്ചു തരുമോ? റോക്കറ്റ്? അനിയ, ഒരു റോക്കറ്റ് ഇത് എവിടെ കിട്ടും? റോക്കറ്റ് തുമ്പേ കിട്ടും. ഈ റോക്കറ്റ് തുമ്പെ കൊണ്ടുവച്ച മറിഞ്ഞു വീഴത്തില്ലേ? ഇത്രയും വിലയുള്ള സാധനമല്ലേ റോക്കറ്റ്? ഏട്ടാ, തുമ്പ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, അവിടെ റോക്കറ്റ് ഇട്ടു എന്ന് പറഞ്ഞത്. അതിനിത്ര ദേഷിക്കേണ്ട കാര്യമുണ്ടോ? നിനക്ക് മൂക്കിന്റെ തുമ്പത്താണല്ലോ ദേഷ്യം. ഈ ഇരിക്കുന്ന ജിമ്മനൊക്കെ ഉണ്ടോ? അവൻ ആള് ചില്ലറക്കാരനല്ല. 10 കോഴിമുട്ട മോഷ്ടിച്ചതിന് ജയിലിൽ പോയവനാ. മസിലുണ്ടാക്കാൻ വേണ്ടി കോഴിമുട്ട മോഷ്ടിച്ചിട്ട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ നിന്നെ എടുത്തിട്ടങ്ങ് പെരുമാറും, അല്ലേ ജിമ്മ? അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ എന്നോട് കളിച്ചോണം. ഗൗരി, നിങ്ങൾക്കറിയില്ല, എന്റെ മനസ്സ് നിറയെ എന്റെ ഗൗരിയാണ്. പക്ഷെ നിന്റെ തല നിറയെ ചകരിയാണല്ലോ. അല്ല പിന്നെ ഈ ഇവിടെ കൂടെ നീ പുറകെ നീ നടക്കൂ? എന്റെ ജിമ്മൻ ഇവൻ പണി ഉണ്ടാക്കും. ഗൗരിക്ക് വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കും. പണം എനിക്കൊരു പ്രശ്നമേ ഇല്ല. ഞാൻ ഇട്ടിരിക്കുന്ന ഈ പാന്റിന്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? പാന്റിന് നല്ല വില ഉണ്ടാവും, പക്ഷെ അത് ഇട്ടേക്ക് നിനക്ക് ഒരു വിലയില്ലല്ലോ. ജിമ്മന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കേട്ടല്ലോ കേട്ടാ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം കിട്ടും. ഞാനൊരു പടം എടുക്കാൻ പോവുകയാണ്. പടം എടുക്കണ എന്റെ പേഴ്സ്. എന്ത് ചിന്താഗതിയാണിത്? ഞാനൊരു സിനിമ പിടിക്കാൻ പോകുന്നു എന്ന്. പിന്നെ മെയിനായിട്ടൊരു കാര്യം, നായകൻ പിന്നെ ആരാണെന്ന് പറയേണ്ട കാര്യം. എനിക്കൊരു ആഗ്രഹത്തിന് വേണ്ടി പറയണ്ടെന്നാ വേണ്ട. നിങ്ങൾക്ക് കേൾക്കണ്ടെങ്കിൽ കേൾക്കണ്ട. നായകൻ ഞാനാണ് ആ സിനിമയിലെ നായകൻ. താല്പര്യമുള്ളവർ കേൾക്കുക, താല്പര്യമില്ലാതെ കേൾക്കാതിരിക്കുക. പിന്നെ ഈ സിനിമയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ OTT പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ഈ സിനിമ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ റെയിൽവേ പ്ലാറ്റ്ഫോമില്. ഇതെല്ലാം കൂടെ വിറ്റിട്ടാണല്ലോ ഞാൻ ഈ സിനിമ പിടിക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പടം ഞാൻ തമിഴിലേക്ക് മൊഴി ചൊല്ലാൻ പോവുകയാണ്. കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല മൊഴി ചൊല്ലാൻ വേണ്ടിട്ട്. ഈ മാറ്റി പറയുന്നതിനോട് അത് തന്നെ. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു പേര് ഞാൻ ആലോചിച്ചു. നിനക്കായി, എനിക്കായി, ഗൗരിക്കായി, ഓർമ്മയ്ക്കായി, എന്തിനായി, പലർക്കും ആലോചിച്ചു. ഒന്നും എനിക്കങ്ങോട്ട് മനസ്സിനൊരു തൃപ്തി കിട്ടുന്നില്ല. ഞങ്ങളെ സമ്പാദ്യം എല്ലാം കൂടെ എടുത്താണല്ലോ ഈ പടം ചെയ്യുന്നത്. അപ്പൊ പറ്റിയ പേര് ഞാൻ പറയാം, നശിക്കാനായി. നന്നായിരിക്കും, സൂപ്പറായിരിക്കും. നായകനായിട്ടും കൂടെ വന്നാൽ എല്ലാം കൊണ്ട് പൂർത്തിയാവും. അപ്പൊ
എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഈ കഥയുടെ വൺ ലൈൻ ഒന്ന് ചെറുതായി നിങ്ങളോടൊന്ന് പറയാം കഥ. പറയാലോ, കാരണം വേണ്ടത്. എന്റെ ഈ കഥയിലെ നായകൻ നല്ല ഒന്നാം തരം ഒരു റബ്ബർ വെട്ടുകാരനാണ്. പൊളിക്കും അത്. അതല്ലേ കലക്കില്ലേ? ഈ റബ്ബർ വെട്ടുകാരന് ഗൗരിയെ പോലെ സുന്ദരിയായ ഒരു കാമുകിയുണ്ട്. ഈ കാമുകി കല്യാണം കഴിച്ചു തരണമെന്നും പണക്കാരനായ ഗൗരിയുടെ അച്ഛന്റെ അടുത്തേക്ക് ഈ കാമുകൻ ചെന്ന് പറയുന്നു, എനിക്ക് ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു തരണമെന്നും. ഇത് കണ്ടിട്ട് അദ്ദേഹം പറയുന്നത്, ഇല്ല, ഒരിക്കലും സാധ്യമല്ല എന്ന് പറയുന്നു. അവളുടെ കല്യാണം ഞാൻ തീരുമാനിച്ചതാണ്. ഇത് കേട്ട നായകൻ കണ്ണിൽ ചോരയൊക്കെ തിളച്ചിങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഈ കല്യാണം നടക്കുന്നതിന്റെ വെട്ട് നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങി 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 ഇങ്ങനെ പോണതാണ് ആദ്യത്തെ ഇന്റർവെൽ സീൻ. അവിടെ കല്യാണം തയ്യാറാവുമ്പോ കട്ടിലിന്റെ അടിയിൽ നിന്ന് കത്തിയും എടുത്തുകൊണ്ട് നായകൻ വെളിയിലേക്ക് ഇറങ്ങുന്നു. പിന്നെ വെട്ട് നടക്കുന്ന പെണ്ണിന്റെ അച്ഛനാണോ വെട്ടിയത്? അല്ല അല്ല, താലെടുത്ത് കൊടുക്കുന്ന പൂജാരിയായിരിക്കും. അല്ല, അപ്പൊ ഏതെങ്കിലും ബന്ധുക്കളായിരിക്കും. അല്ല അല്ല, പെണ്ണിന്റെ സഹോദരനെ നല്ല ഒന്നാം തരം കറയുള്ളൊരു മുഴുത്ത റബ്ബറിനെ വെട്ടി അങ്ങ് മാറ്റുന്നതാണ്. അവന്റെ തൊഴിലതല്ലേ. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത് അവിടെ താലികെട്ട് ഇവിടെ റബ്ബർ വെട്ട്, അവിടെ താലികെട്ട് ഇവിടെ റബ്ബർ വെട്ട്, അവിടെ താലികെട്ട് ഇവിടെ കടകടാ കടകടാന്ന് പറഞ്ഞ് മാറിയും തിരിഞ്ഞുള്ള റബ്ബർ വെട്ട്. എങ്ങനെയുണ്ട് എന്റെ സിനിമ? കൊള്ളാം, ഗംഭീരം. അവസാനം എന്താ ചേട്ടാ? അവസാനം അവൻ അവിടെ പാല് കെട്ടി, ഇവിടെ ഇവന് 100 ഷീറ്റിനുള്ള പാല് കെട്ടി. നടുക്ക് ശുഭം എന്നൊരു എഴുതി കഴിയുമ്പോ താഴെ എന്റെ പേര് കട്ടിക്ക്. ഇതാണ് സിനിമ. ഇത് 100 ദിവസം ഓടും ചേട്ടാ. ഈ സിനിമ അങ്ങോട്ട് കാണുമ്പോ തിയേറ്ററിലിരിക്കുന്ന ഒരു ജനത്തിന് പോലും എഴുന്നേറ്റ് പോകാൻ തോന്നില്ല. ഇവിടം തൊട്ടേ തളന്നങ്ങ് സീറ്റിൽ കിടക്കുക. ഒരു സ്ഥലം പോലും ഈ ഷൺമുഖൻ എഴുന്നേപ്പിക്കില്ല. അപ്പൊ എന്തുകൊണ്ടും ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേര് നശിക്കാനായി എന്ന് തന്നെയാണ്. ഏതായാലും ആ സിനിമ നശിക്കാനായിട്ടാണെങ്കിലും ഈ ഒരു ഡാൻസ് ആണെങ്കിലും നമ്മുടെ ക്ലൈമാക്സ് ആണെങ്കിലും ഇവരുടെ കുറെ ചിരിക്കാനുള്ള നിമിഷങ്ങളാണെങ്കിലും അടിപൊളിയായിരുന്നു. ചെയ്തിട്ടോ അതിന്റെ ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും മൃദുല എന്താന്നുള്ളത് നമുക്കറിയാം, ശശി എന്താന്നുള്ളത് ചിരിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ ശശി ശശാങ്ക, നീ ഒരു ആസ്ഥാന നർത്തകനായിട്ട് നീ സിനിമയ്ക്ക് കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ ചെറിയൊരു ന്യൂസ് ഞാൻ എങ്ങനെയായിരുന്നു, അതായത് നിങ്ങളുടെ ആ ഒരു ഗ്രൂമിംഗ് സെഷനിലൊക്കെ? ഇന്നിപ്പോ കുറച്ചു നേരം മുന്നെയാണ് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തത്, ഇപ്പഴാ പഠിച്ചത്. അപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ കളിക്കും എന്നൊന്നും അറിയില്ല. അപ്പം ചേട്ടന്റെ കൂടെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കളിക്കുന്നത് തന്നെ. പെട്ടെന്ന് ആള് വേഗം പഠിച്ചെടുത്തു. അപ്പൊ കൂടുതൽ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയി. എനിക്കാണെങ്കിലും ശരി, മാസ്റ്റർ ആണെങ്കിലും ശരി, കൂടുതൽ സ്റ്റെപ്സ് ഇടാനും എന്താ പറയാ, ഇനിയും സ്റ്റെപ്സ് ഇട്ട് കഴിഞ്ഞാൽ ചേട്ടൻ ചെയ്യുമല്ലോ. അപ്പൊ അത് കാരണം പിന്നെയും സ്റ്റെപ്സ് ഒക്കെ ഇടാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. ഭയങ്കര കെമിസ്ട്രിയും ഒരു സ്ഥലത്ത് പോലും പാളി പോയിട്ടുണ്ടായിരുന്നില്ല. ചെയ്യുന്നതെല്ലാം പെർഫെക്ഷൻ. മാത്രമല്ല ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് പെർഫോം ചെയ്തത്. സ്റ്റെപ്പ് ഒന്നും തെറ്റിയിട്ടില്ല ചേച്ചാ, ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. എന്റെ മറ്റത് എനിക്ക് ഭയങ്കര ഇഷ്ടം, അത് ഞാൻ എടുക്കും. ആ സ്റ്റെപ്പ് അമ്പ് വിടണത് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ നല്ല ഗംഭീരമായിരുന്നു. വിത്ത് എക്സ്പ്രഷൻ ആയിരുന്നു, ഭയങ്കര എക്സ്പ്രസീവ് ആയിരുന്നു. നല്ലതാണ്. എല്ലാ സ്റ്റെപ്പും എടുത്തില്ല. മൃദുല ഡാൻസറാന്ന് നമുക്കൊക്കെ അറിയാം, പക്ഷെ ശശാങ്കൻ ചേട്ടൻ ഇന്ത മാതിരി ഒരു പൊളിക്കൽ പ്രതീക്ഷിച്ചതേ. ഓൾറെഡി ഒരു ക്ലാസിക്കൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിന്റെ ഹാങ് ഓവർ ഇപ്പൊ മാറിയിട്ടില്ല. അപ്പൊ വീണ്ടും ഇതുപോലെ തന്നെ ഇതാണ് സ്റ്റാർ മാജിക്കിലെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇനിയും കുറെ ഹിഡൻ ടാലൻസ് ഉണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് ടാലന്റുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, പക്ഷെ ഇനിയും കുറെ പേരുടെ പല ടാലന്റുകളും ഒളിച്ചിരിക്കുന്ന ടാലന്റുകളും പുറത്തു കൊണ്ടുവരാറുണ്ട്. ഈ ഒരു പെർഫോമൻസ് ഗംഭീരായിരുന്നു. താങ്ക് യു ശശു ആൻഡ് മൃദുല, താങ്ക് യു. ശരി, അപ്പൊ ഇനി എന്റെ റോളാണ് കേട്ടോ. ഇവരുടെ പെർഫോമൻസ് കഴിഞ്ഞല്ലോ, അപ്പൊ ഇവർ നമുക്ക് തന്നൊരു ഗിഫ്റ്റ് ആണ്. തിരിച്ച് ഇൻ റിട്ടേൺ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാണ്. സാമർത്ഥ്യമുള്ളവർക്ക് ഈ ഒരു സമ്മാനം നിങ്ങൾക്ക് സ്വീകരിക്കാം. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം ഇതാണ്. ഷൺമുഖനും കൂട്ടത്തിലുള്ള ജിമ്മനും കൂടെ ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഒരു റേഡിയോ ഇവരുടെ കയ്യിലുണ്ട്. ഇവർക്ക് സ്ഥിരം പാട്ട് കേൾക്കലാണ് ഇവരുടെ ഒരു ഹോബി എന്ന് പറയുന്നത്. പാരലലി ഇവർ കുറച്ച് സ്ഥലം വിലക്കുറവിന് എവിടെയെങ്കിലും കിട്ടുമോ നോക്കാനായിട്ട് ബ്രോക്കേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബ്രോക്കർ വരികയാണ്, ഒരു സ്ഥലം ഉണ്ട്, നമുക്ക് കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് അയാളുടെ വണ്ടിയിൽ ഇവരെല്ലാരും കൂടെ പോവാണ്. പോയി കഴിഞ്ഞ് നേരെ നിർത്തിയത് ഒരു മൊട്ടക്കുന്നേ. ഇവരിങ്ങനെ മൊട്ടക്കുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ബ്രോക്കറിനെ കാണാനില്ല. ബ്രോക്കർ എങ്ങോട്ടോ പോയി. അപ്പൊ ഇവരെങ്ങനെ രക്ഷപ്പെടും? കയ്യിൽ
മൊട്ടക്കുന്നില് റേഡിയോ ഇരിക്കല്ലേ? ആ. ആ ശബ്ദം കേട്ട് ആരെങ്കിലും വന്ന് കൊണ്ടുപോയാലോ? മൊട്ടക്കുന്നില് വേറെ ആരുമില്ല. നല്ല brilliant. ഓ, എന്നാലും അനുവിന് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്തെങ്കിലും ഒന്ന് മിണ്ടിയല്ലോ. ആദ്യമായിട്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുമ്പോ ഒരു ഉത്തരം പറയണേ. ഓക്കേ. ഇവനല്ലേ കൂടെ ഉള്ളേ? ആ ഞാൻ പറയാം. ആ ആ മുട്ടക്കുന്നല്ലേ ആ. ജിമ്മൻ ആ മുട്ട എല്ലാം അടിച്ചു മാറ്റി തിന്നും എടുത്ത് തിന്നിട്ട് എന്നിട്ട് അവിടുന്ന് രക്ഷപ്പെടും. അയ്യോ, അങ്ങനെ ബുൾസൈ അടിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും? പിന്നെ കുന്നല്ലേ ഉള്ളു അല്ലേ? ഏ? മൃദുല, മുട്ട കഴിക്കുമ്പോ പോലീസ് പിടിക്കുമല്ലോ. മുട്ട കഴിക്കുമ്പോ ഇങ്ങനെ പോയി മുട്ട പിടിച്ചാൽ കൊളസ്ട്രോൾ ആണ് വരുന്നത്. മുട്ടക്കുന്നിന് പോയിട്ട് ഇവരുടെ കയ്യില് മുട്ടയൊന്നും ഇല്ല. തങ്കു പറ തങ്കു, എന്താ തങ്കു ഒന്നും മിണ്ടാത്ത? അല്ല ഞാനേ ഇത്ര സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഇതിനകത്ത് ഞാൻ ഉത്തരം പറയാറ്. ചെയ്യണ സ്കിറ്റുകൾ ഞാൻ കണ്ടോണ്ടിരിക്കണല്ലേ. പറയൂ പറയൂ. ഞാൻ പറയാം. ആ ഒരു പാട്ടൊക്കെ കേട്ട് അവിടെ തന്നെ താമസാക്കി പോന്നില്ല. നോവിച്ചേട്ടാ പറയൂ. അവിടെ കിടക്കട്ടെ വർഷങ്ങളോളം അവിടെ. ഞാൻ പറഞ്ഞു അവിടെ കിടക്കണം. ഭയങ്കര ഞാൻ പറയട്ടെ ആ, പറ. ഇമ്മ 2 പുഷപ്പ് അടിക്കും. എന്നിട്ട് ആ പുഷപ്പ് അടിച്ചിട്ട് അപ്പൊ ഒരു പട്ടം ഇങ്ങനെ ആകാശത്ത് നിന്ന് പൊട്ടി വരും അതെ. അല്ലേ? എന്നിട്ട് എലിയുടെ താക്കോലെടുത്ത് റേഡിയോ അതെ റേഡിയോയിലെ റേഡിയോ സ്റ്റേഷൻ ഉണ്ടല്ലോ, ഇവര് ബാൻഡ് മാറ്റും. റേഡിയോയിൽ ബാൻഡ് മാറ്റില്ല. അങ്ങനെ ബാൻഡ് മേളക്കാർ വന്നിട്ട് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാൻ. ഓക്കെ ശരി, ഉത്തരം പറയട്ടെ. പറ ഐസക് ന്യൂട്ടന്റെ പേര്. അവരുടെ കയ്യിലേ റേഡിയോ മാത്രല്ലേ ഉള്ളൂ. ഈ ജിമ്മിന് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റേഡിയോ ഒന്നും ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇത് പിടിച്ചിട്ട് ഇത് 2 കഷ്ണാക്കും. അപ്പൊ റേയും കിട്ടും ടിയോയും കിട്ടില്ലേ? റേയിലും ടിയോയിലും കയറി പോയിക്കൂടെ? ഓ ഭീകരം, ഒട്ടും ഭീകരം. അതിനേക്കാൾ എളുപ്പം ഞാൻ പറയട്ടെ, ഈ റേഡിയോയിൽ സ്റ്റേഷൻ മാറ്റും. ആ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ വരും. ആ ട്രെയിനിൽ കയറി പോയോ. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി. സന്തോഷം. മതിയായില്ല. ശശാങ്കന് സ്റ്റാർ അല്ല ഇവന് അസീസിന് സ്റ്റാർ മാജിക്കിന്റെ വക ഒരുങ്ങിയുടെ സ്വീകരണം തരാറുന്നടാ. ദൈവമേ മാല കുരുങ്ങ. ആസിസ്ക, താങ്ക് യു സോ മച്ച്. ഒരുപാട് നാളുകൾ എവിടുന്ന ഒരു ഉൾവിളി, ഇത് പറയൂ പറയൂ എന്ന്. പക്ഷെ ആ ഉൾവിളിക്ക് ഞാൻ പിന്നെ കൊടുത്തോളാം. എന്റെ തലയിൽ ആപ്പിൾ വീഴുന്നെങ്കിൽ നീ ന്യൂട്ടനായ. ഓക്കെ, അപ്പൊ ഇതിലും താങ്ക് യു സോ മച്ച്. ശരി, അപ്പൊ ഇതിലും സ്റ്റാർ മാജിക്കിൽ നമ്മൾ അടുത്ത ഗെയിം കളിക്കുന്നേക്കാളും മുമ്പായിട്ട് കുറച്ച് നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് പോവാ അല്ലേ? അസിസ്ക, വല്ല മുറുക്കോ അച്ചപ്പോ എന്തെങ്കിലും പോക്കറ്റിൽ എടുത്തിട്ട്? അല്ല, ഞാൻ കുട്ടിക്കാലത്ത് മിഠായികൾ അല്ല, ഇവിടെ ചിലർക്ക് ഉണ്ടായിരുന്നു പ്രൊഡക്ഷനിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ മുറുക്ക് അല്ലെങ്കിൽ അച്ചപ്പ് ഇതൊക്കെ ഇങ്ങനെ പോക്കറ്റിലിടും. എന്തോ ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ. ഇതിങ്ങനെ മിണ്ടുമ്പോ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലും പോക്കറ്റിലുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, ശരി. ഞാൻ ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു ബലൂണ് വേണ്ടിട്ട് കരഞ്ഞ എന്തെങ്കിലും മൊമെന്റ് ഓർമ്മയുണ്ടോ? പള്ളി പെരുന്നാളിനൊക്കെ പോകൂലേ, അപ്പൊ അതിനെ ബലൂൺ തൂക്കിയിടൂലോ, വാങ്ങിച്ചു തരലൊക്കെ അറിയും. ഞാൻ വാങ്ങിച്ചു എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ? സ്കൂളിൽ പഠിക്കുന്ന സമയം നീ ഇപ്പൊ ആർട്ടിൽ ബലൂൺ തരാത്തിന് കരഞ്ഞ നോമാര് പറഞ്ഞല്ലോ. എപ്പോ? ഇന്നലെ കണ്ട. അതുകൊണ്ടല്ലേ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് 2 ബലൂൺ വേണമെന്ന്. എന്നിട്ട് കാറിന്റെ അകത്ത് കെട്ടിയിട്ടിട്ട് കാറിന്റെ അകത്ത് പോകാൻ നേരം ഒന്നും പറയാനില്ലേ? ഒന്നും പറയല്ല. എന്താണ്? കാരണം അവന്റെ 1943 സംഭവങ്ങളൊന്നും ഓർമ്മയില്ല. അത് Moving on to the game, and ഈ ഗെയിമിന്റെ പേര് ബബ്ലു ടബ്ലു. എനിക്കെന്നെ തോന്നി കുറെ നാളുകൾക്ക് ശേഷം ഭയങ്കര ചക്കര, ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള പേര് ഞാൻ അടിപൊളി. അല്ലല്ല അനു പറഞ്ഞിട്ടാ ഞാൻ എന്റെ മക്കൾക്കിടാൻ വെച്ചിരുന്ന അതേ ഫാമിലി പ്ലാനിങ് ആണ്. ശരി, അപ്പൊ ബബ്ലു ടബ്ലു എന്ന് പറഞ്ഞ ബലൂൺ വെച്ചിട്ടാണല്ലോ. അപ്പൊ ഈ ബലൂണ് ഞാൻ ബബ്ലു എന്ന് വിളിക്കും. ഒരു ടബിന്റെ ഉള്ളിലാണല്ലോ, അതുകൊണ്ട് ഞാൻ ടബ്ലു എന്ന് വിട്ടു. ഓക്കെ, അങ്ങനെയാണ് ബബ്ലു ടബ്ലുവിന്റെ ഒരു ഉത്ഭവം. ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. ഒരു ടീമിൽ നിന്ന് 2 പേരായിരിക്കും കളിക്കാൻ വരിക. ആ ടീമിൽ 2 പേര്, സപ്പോസ് ഒന്ന് സാധിക ചേച്ചി, ഇപ്പൊ ഒന്ന് അനു ആണെന്നുണ്ടെങ്കിൽ അനു ഇവിടെ വരുന്നു. ഇവിടെ വന്നിട്ട് അനു റൈസ് കയ്യിലെടുത്ത് പിടിക്കുകയാണ്. അതിനുശേഷം അത് താഴെ വെക്കുന്ന ഒരു ഇതേ ഇല്ല. ആ സമയത്ത് സെയിം ടീം മെമ്പർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് ബലൂൺ ഏറ്റവും മാക്സിമം പൊട്ടിക്കണം. കിടന്ന് ഇരുന്ന് കമിഴ്ന്ന് അങ്ങനെയൊന്നും പറ്റില്ല. കൈ യൂസ് ചെയ്തിട്ട് തന്നെ വേണം പൊട്ടിക്കാനായിട്ട്. ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പൊട്ടിച്ച് തീർക്കുക. ഐസ് താഴെ വെക്കാൻ പാടില്ല, താഴെ വെച്ചാൽ ഫൗളാവും. ഇതാണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ബലൂൺസ് കംപ്ലീറ്റ് ഇങ്ങനെ പൊട്ടിച്ചു തീർക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. ഓക്കെ, സോ ഈ ടീമിൽ നിന്ന് ആരാ വരുന്നതെന്ന് പറയുന്നേക്കാളും മുന്നേ ഈ ടീമിൽ നിന്ന് കൃതിക ആൻഡ് ഇവിടെ നിന്ന് അനു. കോമ്പറ്റീഷൻ പൊളിയായിരിക്കും. ഹെവി കോമ്പറ്റീഷൻ. So moving on to the game, Bablu Tablu.
കൊടുക്കാൻ പോവാണ്. ഐസ് കയ്യിലെടുത്ത് പിടിക്കാൻ ഇവർ രണ്ടുപേർ റെഡി. ആൻഡ് ഈ ബബ്ലൂസിനെ ടബ്ലൂസ് ആക്കാൻ ഇവരും റെഡിയാണ്. സോ ഇവർക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അതെ സൂപ്പർ. ഒരു കുഴപ്പമില്ല ഇവിടെ. വെരി ഗുഡ്. കുഴപ്പമില്ല. പൊട്ടിക്ക് എല്ലാം പൊട്ടിക്ക്. അങ്ങനെ വീട്ടില് മുട്ടുകുത്തി വിടാം. അങ്ങനെ ഇരുന്നോ എത്ര വലിയ മനോഹരമായ ആചാരം. അനു എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. സാധിക ചേച്ചി ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ വിളിച്ചത്? ചേച്ചി വേഗം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. ചേച്ചി തന്നെ വിളിച്ചത്. ചേച്ചി വേഗം എന്നാണ് ഇങ്ങനെ തണുത്തും മരവിച്ച് നിൽക്കുമ്പോഴും. യെസ്, ടബ്ലൂന്റെ ഉള്ളിലുള്ള അനു ചേച്ചി എന്താ പറയാനുള്ള? പൊതുവെ എനിക്ക് ഈ ബലൂൺ പൊട്ടിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പൊ അതിനകത്ത് ഞാൻ പെട്ടു. ഞാൻ കാറിക്കൊണ്ടാണ് ഓരോന്ന് പൊട്ടിച്ചോടാ. കുഞ്ഞാവയ്ക്ക് പടക്കം പൊട്ടുന്ന ബലൂൺ പൊട്ടുന്ന ശബ്ദമൊക്കെ ഭയങ്കര പേടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ബെസ്റ്റ് ആളുകളോ കയറി. നിങ്ങൾ ഭയങ്കര ബുദ്ധിപരമായിട്ടാണോ ആളെ പ്ലേസ് ചെയ്തത്? അതിലെനിക്ക് അഭിമാനമുണ്ട്. ശരി, അപ്പൊ ഇനി ഞാൻ ക്രിട്ടിക്കയിലേക്ക് വരികയാണ്. ജയിച്ചില്ലല്ലോ, വിഷമായി. വിഷമല്ലേ? സാരില്ല, കുട്ടിക്ക് വിഷമാണോ? എന്താ മോളെ, ഐസ് ഇനിയും വേണമായിരുന്നോ? ഇന്നലെ കിടന്ന് കരയണുണ്ടല്ലോ അച്ഛൻ്റെ അടുത്ത് ഐസ്ക്രീമിന്. ഇത്രയും വലിയ ഐസ് എടുത്ത് കൊടുത്തപ്പം വിഷമായിരുന്നു. വീട്ടിൽ കൊണ്ടുപോകാൻ കൊടുക്കാം. ശരി, അപ്പൊ ഇതിലും ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് സാധിക ചേച്ചിയുടെ ടീമാണ്. എങ്ങനെയുണ്ടായിരുന്നു? കൈക്ക് നല്ല ഇപ്പോഴൊരു തരിപ്പുണ്ട്. എന്തോ ഒരു വലിയൊരു സംഭവം കഴിഞ്ഞൊരു ഫീല്. പൊട്ടിത്തെറിയും ബഹളമായിരുന്നു ഇതിന്റെ അകത്ത്. ഓക്കെ, അനു ഇപ്പൊ സംസാരിക്കാറായോ? അനുവിന് സംസാരിക്കാൻ എന്ത് കുഴപ്പം? അവള് വാവുണ്ടല്ലോ കടിച്ചിരുന്ന കൈ ഉണ്ടല്ലോ. അവളെ പേടി എന്ന് പറഞ്ഞാൽ കൈവെള്ളയില് തേച്ചിരുന്ന മേക്കപ്പ് പോയി എന്നുള്ള ഒരു അനു തിരിച്ചു പറയാനോ? ഈ തങ്കച്ചേട്ടന് എന്താ പറയണ്ടേ, ജാടയില്ല, എനിക്ക് പണി കിട്ടിയെന്ന് ഒരു ഫീലാണ് കാണിച്ചത്. വേണം എന്നുള്ള ഇതിലാണ് കാണിച്ചത്. സന്തോഷമായിരുന്നു. സ്വന്തം ടീമിലായിട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നല്ലൊരു ഐഡിയ ഞാൻ പ്ലാൻ ചെയ്യണം. ചെവിയില് പറഞ്ഞുതരാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഐസ് തങ്കുവിന്റെ കയ്യിൽ കൊടുത്തിട്ടേ അനുവിനെ അതിന്റെ ഉള്ളിൽ പിടിച്ചു. ആരും കേട്ടില്ല ഈ രഹസ്യം പറയല്ലേ കേട്ടോ. ശരി, അപ്പൊ ഇതില് ഇപ്പൊ ശരിയാ. ഓക്കെ, അപ്പൊ ഇതിലും അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോവാൻ പോവാണ്. ഇതിൽ സ്കോർ ചെയ്തിട്ടുള്ളത് നമ്മുടെ സാധിക ആന്റി. ശരി, അപ്പൊ ബബ്ലു ടബ്ലു നമ്മൾ കളിക്കാൻ പോവാണ്. അപ്പൊ ഒരാള് പകരം വീട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ തങ്കച്ചൻ ചേട്ടനോട്. അനു എനിക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടീം ജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ കളിക്കാനാണ്? അല്ല, പെട്ടെന്ന്, അതായത് നമ്മുടെ സാധിച്ചി എത്ര ടൈം എടുത്തു നേരത്തെ കളിക്കാൻ എത്രയോ, പക്ഷെ അതിൽ കൂടുതൽ ടൈം എടുക്കണം എന്ന് ആഗ്രഹമില്ല. അതെ കണ്ണടച്ച് ഞങ്ങൾ തുറക്കുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ്. അതെ. ഓക്കെ, സന്തോഷം കേട്ടോ. അപ്പൊ തങ്കുവിന് വേണ്ടിട്ട് അനു അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? തങ്കച്ചേട്ടന് കയ്യിൽ അത്രയ്ക്ക് പാദം ഉള്ളതുകൊണ്ട് പറ്റില്ല അത്രയും നേരം കയ്യിൽ. തങ്കച്ചേട്ടൻ എന്നോട് പറഞ്ഞു. ഞാനിതിലൊന്നും ഓക്കെ, അപ്പൊ നമ്മളിനി കളിക്കാൻ പോവാണ്. അപ്പൊ ഗെയിമിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉള്ളത് എന്താന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഇതിൽ കുറച്ച് കളർഫുൾ ആക്കിയിട്ടുണ്ട് ബലൂൺസ് ഒക്കെ. ഇതില് യെല്ലോ ബലൂൺ നിങ്ങൾ പൊട്ടിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഏറ്റവും ലാസ്റ്റ് നമ്മൾ വരുമ്പോ ഏറ്റവും കൂടുതൽ യെല്ലോ ബലൂൺസ് ഉള്ള ടീമായിരിക്കും ജയിക്കാൻ പോണേ. പിന്നെ വരാൻ പോണത് നമ്മുടെ ചേട്ടന്മാരാണ്. ഒറ്റ കയ്യിലല്ല ഐസ് പിടിക്കേണ്ടത്, രണ്ട് കയ്യിലും ഐസ് ഇങ്ങനെ പിടിച്ചോണ്ടേ നിൽക്കണം. ഓക്കെ, അപ്പൊ രണ്ട് ഐസ് പിടിക്കണം. ഓക്കെ, അപ്പൊ നോബി ചേട്ടാ ഒന്ന് വരും, ഒന്ന് റിവേഴ്സ് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇങ്ങനെ പതുക്കെ എന്നിട്ട് പതുക്കൊന്നും അങ്ങോട്ട് തിരിയാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചേട്ടനും നോബി ചേട്ടനാണ് ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നത്. കയ്യില് രണ്ട് ഐസ് അത്രേ ഉള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1.
പേര് ഹായ് നല്ല മോള അയ്യോ പൊട്ടിക്കാൻ പറ പെട്ടെന്ന് പൊട്ടിക്കാൻ പറ പൊങ്ങി പോണ പോട്ടെ താഴെ പൊടിക്ക് താഴെ പോട്ടെ താഴെ പൊടി അവര് മുകളിലേക്ക് വരും മോളി പോണ താഴെ വരും താഴെ വരും ഈ പെട്ടെന്ന് പൊട്ടിരടി അണ്ണന്റെ കൈ പോകും താഴെ കിടക്കുന്ന പൊട്ടിച്ചാൽ മതി മേളിൽ വന്ന് താഴേക്ക് വരും ഈ താലി കെട്ടാൻ കൈ കാണൂല പൊട്ടിയില്ലേ താഴെ പൊട്ടിക്ക് മേളിലേക്ക് വരും ഫസ്റ്റ് പൊട്ടി ഇത് ഐസോട് കൂടി വെച്ച് എറിഞ്ഞു വിട്ടാ കൊള്ളാം ഇത് പൊറോട്ടയ്ക്ക് മാവ് കഴിക്കണ ബലൂൺ പൊട്ടിക്കുന്നത് കഴിഞ്ഞോ ഹലോ കഴിഞ്ഞോ ഇവിടെ കഴിഞ്ഞിട്ട് 1 മണിക്കൂറായി. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈ ഒരു ഗെയിം ഇവിടെ ബസർ വന്നിരിക്കുകയാണ്. ഇനിയാണ് ക്ലൈമാക്സിലേക്ക്. ഗെയിം ബോയ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ബലൂൺസ് പൊട്ടിച്ചു തീർത്തത് നമ്മുടെ ക്രിട്ടിക്കായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ യെല്ലോ ബോൾസ് ബലൂൺസ് പൊട്ടിക്കാതെ റിമൈനിങ് വരുന്ന ആളായിരിക്കും ജയിക്കാന്നാണ് പറയുന്നത്. ശരിക്കും പൊട്ടിക്കണ പോക്ക് കണ്ടപ്പോ ഞാൻ വിചാരിച്ച ക്രിട്ടിക്ക് ജയിക്കുന്നതാണ്. പക്ഷെ അതിൽ കുറച്ച് അറിയാണ്ട് യെല്ലോ ബലൂൺസും കൂടെ പെട്ടുപോയി. പക്ഷെ അനു ഞങ്ങള് ഉൾമുനയിൽ എന്നറിയാം യെല്ലോ ഇങ്ങനെ വരും. അപ്പൊ ഞങ്ങള് പതുക്കെ അങ്ങ് മാറ്റി അങ്ങനെ ടൈം എടുത്ത് അല്ലെങ്കിൽ എപ്പോഴേ എന്റെ കൊച്ചല്ല. പക്ഷെ അങ്ങനെയല്ലേ ആദ്യമായിട്ട് വന്നൊരു കൊച്ചല്ലേ ഇതിനെ ജയിപ്പില്ലേ കഷ്ടം നമ്മള് ചേട്ടാ അങ്ങനെയല്ല, നോബി ചേട്ടൻ ആദ്യമായിട്ടൊന്ന് മേലെങ്കിൽ കളിച്ച ഗെയിം അല്ല, അതുകൊണ്ടൊന്ന് ജയിപ്പിക്കുന്നതാണ് പുള്ളി ഉദ്ദേശിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? അവിടെ നിന്ന് ചിണുങ്ങണുണ്ടല്ലോ. എന്റെ ഞാൻ ഒന്നാമത് ഐസ് കൈയോടെടുക്കാത്ത ആളാണ്, അതുകൊണ്ട് പറ്റൂല. ഐസ് ഗ്ലാസിനകത്ത് ഉള്ളി വായില് തണുപ്പ് ഞാൻ മൊത്തത്തിൽ ഒഴിവാക്കി ഞാൻ. അതുകൊണ്ട് ഞാൻ ഹിമാലയത്തിലെ വീട് വിറ്റു. ശരി, കൈ കോച്ചിപ്പോയി, കയ്യും കോച്ച് വായും കോച്ചിപ്പോയി. അപ്പൊ ഇവിടുത്തെ ഗെയിമിന്റെ എല്ലാ കോച്ചും ശരിയോ? അല്ല, ഇതിന്റെ ഇടയിൽ കല്യാണത്തിന്റെ കാര്യം എന്തോ പറയണ്ടായിരുന്നു. താലിന്നോ കല്യാണം കയ്യില്ലാതെ എങ്ങനെ താലി കിട്ടും? കയ്യില്ലാതെ എങ്ങനെ താലി കിട്ടും? അതാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് പൊട്ടിക്ക്. കാരണം പൊട്ടിച്ചു കഴിഞ്ഞു. ഇനി എന്താണെന്നുണ്ടെങ്കിൽ ഫോർവേഡ് ചെയ്യൂ, വേഗം ആവട്ടെ. തുറക്ക്, ഞാൻ അങ്ങ് കയറട്ടെ. അതാണ് ഹീറോയിസം. എനിക്ക് ഇതിനകത്തേക്കും ഒരു വേറെ പാട്ട് ഓർമ്മ. എന്നെ അപ്പുറത്തെ കൂട്ടിലാക്ക്. റൂം എന്റെ ഫ്രീ. ഇനി എന്നെ അപ്പുറത്തെ കൂട്ടിലാക്ക്. എന്നെ എല്ലാവരും അപ്പുറത്തെ കൂട്ടിലാക്ക്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ